അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എന്തുവരെയായിരുന്നു പഠിച്ചത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിലില്ലായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ഓക്കെ, സോറി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ കണ്ടിരുന്നോ? കൊറേ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ആംഗിൾ ഓൺ എ സെമി സർക്കിൾ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് അതായിരുന്നു ആംഗിൾ ഓൺ എ സെമി സർക്കിൾ, ഇല്ലേ? അർദ്ധവൃത്തത്തിലുള്ള കോൺ. അപ്പൊ അതേ കൺസിഡർ ചെയ്യാൻ ഈ തന്നിരിക്കുന്നത് എന്താണ്? ഒരു സർക്കിൾ ആണ്, അല്ലേ? ഈ സർക്കിളിന്റെ സെന്റർ സി ആണ്. സർക്കിളിന്റെ സെന്റർ സി ആണല്ലോ. അപ്പൊ ഈ തന്നിരിക്കുന്ന ലൈൻ എന്തായിരിക്കും? The line AB. The line AB is a diameter. ഈ തന്നിരിക്കുന്നതിൽ AB എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യാസമാണ്. AB ഒരു വ്യാസമാണ്. If we join the end, നമ്മൾ എന്താണ് ഈ തന്നിരിക്കുന്ന വ്യാസത്തിന്റെ എൻഡുകളെ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചാൽ അവിടെ മട്ടമായ ഒരു കോണ് കിട്ടും. എന്ത് കിട്ടും? മട്ടം, അല്ലെങ്കിൽ അനാംഗിൾ വിത്ത് എന്താണ് വാല്യൂ എത്രയാണ്? റൈറ്റ് ആംഗിൾ, അല്ലെ? 90 ഡിഗ്രി. ഇതായിരുന്നു നമ്മൾ പഠിച്ചത്. ആണോ? ഇനി ശ്രദ്ധിച്ച് ഞാൻ ഒരു പോയിന്റോടെ നിങ്ങളോട് ചോദിക്കാൻ പോവാണ്. ഇതൊരു പോയിന്റ് ആണ്, ഇതൊരു ലൈനും ആണ്. അതായത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടേ, ആണോ? ഈ എ എന്ന് പറയുന്ന പോയിന്റിനെ നോക്കി ഞാൻ ഒരു ലൈൻ വരച്ചു. മറ്റൊരു ലൈൻ കൂടി ഇവിടെ ഉണ്ടെന്നിരിക്കട്ടെ. ഒരു പോയിന്റിന്റെ ആംഗിൾ അറൗണ്ട് എ പോയിന്റ്, ഇല്ലേ? ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോൺ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും? എ കംപ്ലീറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ ഒരു കംപ്ലീറ്റ് ആംഗിൾ? എത്രയാണ് കംപ്ലീറ്റ് ആംഗിൾ? 360 ഡിഗ്രി. എത്രയാണ്? 360 ഡിഗ്രി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു നേർരേഖയിലെ പോയിന്റ്, അല്ലെ? ഒരു പോയിന്റിൽ, ഒരു സ്ട്രെയിറ്റ് ലൈനിലെ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? പകുതി ഡിഗ്രി. 180 ഡിഗ്രി. ഓക്കെ ആണോ? ശരിയാണോ? അതായത് 360ന്റെ പകുതി, അല്ലേ? മീൻസ് the half of 360, അല്ലേ? ആംഗിൾ അറൗണ്ട് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയും, ആംഗിൾ അറൗണ്ട് എ പോയിന്റ് 360 ഡിഗ്രിയും, ആംഗിൾ ഓൺ വൺ സൈഡ് ഓഫ് എ ലൈൻ, ഇല്ലേ? ഒരു ലൈനിന്റെ ഒരു സൈഡിൽ അറൗണ്ട് എ പോയിന്റ് എത്രയാണ്? 180 ഡിഗ്രി. ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ ഞാൻ ഇങ്ങോട്ടൊരു കാര്യം പറയാം. നമ്മുടെ വൃത്തത്തിൽ അല്ലെങ്കിൽ സർക്കിളിൽ ഞാൻ എ ബി എന്ന് പറയുന്ന ഒരു വ്യാസം വരച്ചു, അല്ലെങ്കിൽ ഒരു ഡയമീറ്റർ വരച്ചു. ആ ഡയമീറ്ററിൽ അതിന്റെ ഒത്ത നടുക്ക് സി എന്ന് പറയുന്ന നമ്മുടെ സർക്കിളിന്റെ സെന്റർ ഉണ്ട്. സി എന്ന് പറയുന്ന സർക്കിളിന്റെ സെന്റർ ഉണ്ട്. അപ്പൊ ആ സെന്ററിന്റെ ഒരു സൈഡിലുള്ള ആംഗിളിന്റെ അളവ് എത്ര ഡിഗ്രി ആയിരിക്കും? 180. 180 ഡിഗ്രി, അല്ലെങ്കിൽ 180 ഡിഗ്രി ആണോ? ലീനിയർ പെയർ എന്നൊക്കെ പറയാറുണ്ട്, അല്ലേ? സം ഓഫ് ലീനിയർ പെയർ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. നമ്മൾ പഠിച്ചിട്ടില്ലേ 7ാം ക്ലാസ്സിലൊക്കെ? ഉണ്ടോ? ഓക്കെ, ഇവിടോട്ടൊന്ന് നോക്കിക്കേ. ഇവിടെ എ ബി എന്ന് പറയുന്ന ഈ ഡയമീറ്റർ ജോയിൻ ചെയ്ത ആംഗിൾ ആണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന എ ഇ ബി. ആംഗിൾ എ ഇ ബി എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ഇവിടെ ഈ 180 90 ഡിഗ്രി തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? Is there any relation between the angle ACB
B and angle AEB. ആ കോൺ ACB-യും കോൺ AEB-യും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ എന്താണ് ആ ബന്ധം? വാട്ട്സ് ദ റിലേഷൻ? 180 പകുതിയാ. 180-യുടെ ഹാഫ് ആണ് എന്ത്? 90 ഡിഗ്രി. അതായത് ആംഗിൾ AEB is equal to half of angle ACB. half of angle ACB. ശരിയാണോ? ശരിയാണോ മക്കളെ എഴുതിയിരിക്കുന്നത്? ശരിയാണോ? അതെ. അപ്പൊ ഇതിവിടെ മാത്രമേ ഭാഗിക്കത്തുള്ളൂ, വേറെ എവിടെയും വരത്തില്ല. ഇത് നമ്മൾ ഈ ഒരു സൈഡിലോട്ട് വരത്തുണ്ടായിരിക്കും അല്ലെ? നമുക്ക് അപ്പൊ മറ്റൊരു സൈഡും കൂടി ഉണ്ടല്ലോ. ഈ വ്യാസത്തിന് ഈ 180 ഡിഗ്രി ഉള്ള മറ്റൊരു സൈഡ് കൂടിയില്ലേ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ ആ സൈഡിലേക്ക് വരച്ചു നോക്കാം. നോക്കിക്കേ, ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. എന്തെടുത്തു? കെ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എയും ബി യെയും ഞാൻ ജോയിൻ ചെയ്തു. ചെയ്തോ? കിട്ടി. അപ്പൊ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? നമ്മൾ പഠിച്ചു, ഇത് ഡയമീറ്റർ ആണ്, അതിന്റെ എന്താണ് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്, അവിടെ എത്രയാണ്? 90 ഡിഗ്രി. ഇതേ നോക്കിക്കേ, ഒരു വ്യാസമാണിത്. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ ACB-യുടെ റിഫ്ലക്ട് ആംഗിൾ. ആംഗിൾ ACB-യുടെ റിഫ്ലക്ട് ആംഗിൾ ആണിത് അല്ലേ? അതായത് കോൺവേഴ്സ്, അതിന്റെ നേരെ മറുവശത്തുള്ള ആംഗിൾ അല്ലേ? എത്രയാണ്? 180 ഡിഗ്രി തന്നെയാണ്. ഇതേ നോക്കിക്കേ, ഇവിടെയും അതുപോലെ തന്നെ സംഭവിച്ചു, ഇവിടെയും അതുപോലെ തന്നെ സംഭവിച്ചു. ശരിയാണോ? അപ്പൊ നമ്മളൊരു പോയിന്റ് കൂടെ പഠിക്കുകയാണ്. ഒരു വ്യാസം അല്ലെങ്കിൽ a diameter divides a circle into two equal halves. Diameter divides a circle into two equal halves. എന്താ പറഞ്ഞിരിക്കുന്നേ? ഒരു വ്യാസം വൃത്തത്തിനെ രണ്ട് നേർ പകുതികളായി ഭാഗിക്കും. ശരിയാണോ? അതെ. അപ്പോ ഇവിടെ നമ്മൾ പഠിച്ചൊരു പോയിന്റ് ആണ്, ഒരു ഡയമീറ്റർ അതിനെ എന്തായിട്ട് ഭാഗിക്കും? രണ്ട് നേർ പകുതികളായിട്ട് ഭാഗിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ കോഡ്സ് ആൻഡ് ഡയമീറ്റർ? അല്ലെങ്കിൽ ചാപവും വ്യാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചാപവും വ്യാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാട്ട്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ കോഡ്സ് ആൻഡ് ഡയമീറ്റർ? എന്താണ്? പറഞ്ഞേ മക്കളെ, എന്തായിരിക്കും? എന്താണ്? എന്താ കോഡ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചാപം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ കോഡ്സ്? ആർക്കും അറിയില്ല? അയ്യോ, കോഡ്സ് എന്താണെന്ന് ആർക്കും അറിയത്തില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. കോഡ്സ് എന്താണെന്ന് അറിയത്തില്ല, നമ്മൾ ആരോടും പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാം എന്താണ് കോഡ്സ് എന്ന് പഠിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചു. Chords are line segments. Chords are line segments joining any two points of a circle. ഒരു വൃത്തത്തിന്റെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിക്കുന്ന നേർരേഖകളാണ് ചാപങ്ങൾ. എന്താണ്? They are line segments joining any two points of a circle. ശരിയാണോ? ഓക്കെ, മനസ്സിലായോ? അപ്പൊ വൃത്തം വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, ഒരു കുഞ്ഞു വൃത്തം വരച്ചു. ഇത് വൃത്തത്തിന്റെ കേന്ദ്രം O, കണ്ടോ? അപ്പം ഈ ഓയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യാസം, അതിനെ ഞാൻ AB എന്ന് വിളിച്ചോ. ഇവിടെ ഞാൻ വേറെ ഒരാളെ കൂടെ വരയ്ക്കാൻ പോവുകയാണ്. എന്താണ്? ഒരു ലൈൻ CD. ഈ ലൈൻ സിഡിക്ക് എന്താ പ്രത്യേകത? AB അപേക്ഷിച്ച്? Comparing with AB, what's the difference to the line CD? CD താരതമ്യം ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസമാണുള്ളത്?
സെൻട്രലല്ല. എ ബി എന്ന് പറയുന്ന ലൈൻ സെന്ററിലൂടെ കടന്നു പോകുന്നു. സി ഡി എന്ന് പറയുന്ന ലൈൻ സെന്ററിലൂടെ കടന്നു പോകുന്നില്ല. അല്ലേ? അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. ആ വ്യത്യാസമാണ് ഇവർക്കിടയിൽ ഇവർക്ക് രണ്ട് പേരുകൾ നൽകിയത്. എന്താണ്? ഡയമീറ്റർ എന്നും എന്താണ് ഡയമീറ്റർ എന്നും അതുപോലെ കോഡ്സ് എന്നും. എന്താണ്? ഡയമീറ്റർ ആൻഡ് കോഡ്സ്. അല്ലേ? കോഡിന്റെ ഡെഫിനിഷൻ പ്രകാരം അല്ലെങ്കിൽ ചാപത്തിന്റെ അല്ലെങ്കിൽ എന്താണ് ചാപം എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഡയമീറ്ററിനും ചേരും. ആർക്കും ചേരും. എന്താണ് ചാപം എന്ന് ചോദിച്ചാൽ വ്യാസത്തിനും അതേ വാചകം ചേരും. ചേരില്ലേ? വൃത്തത്തിന്റെ രണ്ട് ബിന്ദുക്കളെ യോജിപ്പിക്കുന്ന ലൈനുകൾ എല്ലാം ചാപങ്ങളാണ്. എല്ലാം ചാപങ്ങളാണ്. അല്ലേ? അല്ലെങ്കിൽ എന്താണ്? എനി ലൈൻ ഇൻ എ സർക്കിൾ വിച്ച് ജോയിൻസ് എനി ടു പോയിന്റ്സ് ഓൺ സർക്കിൾ. അല്ലേ? ഏത് രണ്ട് പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏത് ലൈൻ ആണെങ്കിലും, വൃത്തത്തിലെ ഏത് രണ്ട് പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏത് ലൈൻ ആണെങ്കിലും അവയെ നമ്മൾ കോഡ്സ് എന്ന് തന്നെ വിളിക്കും. എന്തെന്ന് വിളിക്കും? കോഡ്സ് എന്ന് തന്നെ വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, എ എന്ന് പറയുന്ന പോയിന്റിനെയും ബി എന്ന് പറയുന്ന പോയിന്റിനെയുമാണ് ആര് യോജിപ്പിച്ചിരിക്കുന്നത്? എ ബി എന്ന് പറയുന്ന ലൈൻ ആണോ? അപ്പൊ എ ബി ഒരു കോഡ് ശരിയാണോ? അതെ. അപ്പൊ എന്താണ്? ഒരു വൃത്തത്തിലെ ഏറ്റവും വലിയ ചാപം അല്ലെങ്കിൽ ദ ലാർജസ്റ്റ് കോഡ് ഇൻ എ സർക്കിൾ, ഒരു വൃത്തത്തിന്റെ ഏറ്റവും വലിയ ചാപം ഏതാണ്? ദ ഡയമീറ്റർ ഇറ്റ്സെൽഫ്. അല്ലെ? ആ വൃത്തത്തിന്റെ ഡയമീറ്റർ വ്യാസം തന്നെയാണ് എന്ത്? ആ വൃത്തത്തിന്റെ ഏറ്റവും നീളം കൂടിയ ചാപം. ഓക്കെ ആണോ? സംശയമുണ്ടോ? ഇല്ല. ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഒന്നുകൂടി പറയണോ? വേണ്ട. വേണ്ട. ഓക്കെ. ഇനി അടുത്ത പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ്. ഇവിടെ ഒരു ഡയമീറ്റർ അല്ലെങ്കിൽ ഒരു ചാപം, ഒരു വ്യാസം ഒരു വൃത്തത്തിനെ രണ്ട് തുല്യ പകുതികളായി ഭാഗിക്കുമെങ്കിൽ, ഒരു വൃത്തത്തിനെ രണ്ട് തുല്യ പകുതികളായി ആര് ഭാഗിക്കും? ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം ഭാഗിച്ചാൽ ഒരു ചാപം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഒരു ചാപം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ബാധ്യസ്ഥനല്ല. എപ്പോൾ മാത്രം? ആ ചാപം വ്യാസമല്ലായിരിക്കുന്ന ഒരവസരത്തിൽ അതെന്താകില്ല? ആ വൃത്തത്തിനെ നേർ പകുതികളായി ഭാഗിക്കില്ല. It will not divide a circle into two equal halves until it becomes a diameter. ഈ തന്നിരിക്കുന്ന കോഡ് ഡയമീറ്റർ ആയെങ്കിൽ മാത്രമേ വൃത്തത്തിനെ നേർ പകുതികളായി ഭാഗിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഈ വൃത്തത്തിനെ അതെന്തായിട്ടേ ഭാഗിക്കുകയുള്ളൂ? രണ്ട് വ്യത്യസ്ത പകുതികൾ അല്ലെങ്കിൽ ടു എന്താണ് ഡിഫറെന്റ് പാർട്സ്. ഓക്കെ ആണോ? അപ്പൊ ഒരു ചാപവും വ്യാസവും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ എന്തൊക്കെ പറയും? വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡയമീറ്റർ ആൻഡ് എ കോഡ്? Diameter can divide into same parts, equal parts. Into two equal parts. ആരാണ്? ഡയമീറ്ററിന്, വ്യാസത്തിന് വൃത്തത്തിനെ രണ്ട് തുല്യ പകുതികളായി ഭാഗിക്കാൻ പറ്റും. Then next point. And what about the chord? കോഡ്സിന് ഡിഫറൻസ് ആയിട്ടുള്ള രണ്ട് ഭാഗങ്ങളാക്കാം. കോഡ് ഡയമീറ്റർ അല്ലാത്തിടത്തോളം കോഡ് എന്തായിട്ടായിരിക്കും ഭാഗിക്കുന്നത്? ഇറ്റ് വിൽ ഡിവൈഡ് ദ സർക്കിൾ ഇൻടു ടു അൺഈക്വൽ അല്ലെങ്കിൽ നോൺ ഈക്വൽ പാർട്സ്. അല്ലേ? ഈക്വൽ ആയിരിക്കുമോ അവ തമ്മിൽ? ഇവിടെ നോക്കിക്കേ, മറ്റൊരു വൃത്തം ഞാൻ വരയ്ക്കുകയാണ്. ഇവിടെ ഒരു ചാപവും വരച്ചു. XY എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ. എന്താണ്? XY എന്ന് പറയുന്ന കോഡ് അല്ലെങ്കിൽ ഇത് കോഡല്ലേ? XY കോഡാണോ? അതെ. O സെന്റർ ആയിട്ടുള്ള ഈ സർക്കിളിനെ രണ്ട് ഡിഫറെന്റ് പാർട്ടായിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. ആര് ഭാഗിച്ചിരിക്കുകയാണ് മക്കളെ? ആരാ ഭാഗിച്ചിരിക്കുന്നേ? കോഡ് XY ഭാഗിച്ചിരിക്കുകയാണ്. ആണോ?
അതെ, എക്സ് വൈ രണ്ട് ഡിഫറെന്റ് ആയിട്ട് അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് പാർട്ടായിട്ട് ഇതിനെ ഭാഗിച്ചിരിക്കുകയാണ്. അപ്പോ രണ്ട് വ്യത്യസ്ത ഇവിടെ ഒരു ഡയമീറ്റർ തുല്യമായി ഭാഗിച്ചപ്പോൾ അവയുടെ എൻഡ് ജോയിൻ ചെയ്ത കോണുകൾ എന്തായി? ഈ ഡയമീറ്ററിന് ചുറ്റുമുണ്ടായിരുന്ന ആംഗിളിന്റെ ഹാഫായി, ഡയമീറ്ററിന് ചുറ്റുമുണ്ടായിരുന്ന ആംഗിളിന്റെ ഹാഫായി മാറി. ശരിയാണോ? ശരിയാണോ? അപ്പൊ ഇനി നമ്മൾക്ക് തെളിയിക്കാൻ പോകുന്നത് ഇത് എ ബി ഒരു ചാപമായി മാറിയാൽ, ഇഫ് ദ എ ബി ബിക്കംസ് ആസ് എ കോഡ് അല്ലെ, ഒരു കോഡായിട്ട് മാത്രം മാറിക്കഴിഞ്ഞാൽ ഇതുപോലെ ജോയിൻ ചെയ്യുന്ന ആംഗിളുകൾ അവിടെ ഉണ്ടാകുന്ന ഈ രണ്ട് റേഡിയസുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ ആംഗിളിന്റെ പകുതി ആയിരിക്കുമോ അല്ലയോ? നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഈ പാഠത്തിന്റെ രണ്ടാമത്തെ തിയറിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, ആംഗിൾ ആൻഡ് ആർ, കോഡ് ആംഗിൾ ആൻഡ് ആർ എന്ന് പറയുന്ന ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആർക്കെന്ന് പറഞ്ഞാൽ വൃത്താംശം. ആർക്കെന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്താംശം. വൃത്താംശത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? വൃത്തത്തിന്റെ ഒരു അംശം മാത്രം അല്ലേ? ഒരു വൃത്തം പൂർണ്ണമാകണമെങ്കിൽ എന്തും വേണം? സർക്കിൾ ഷേപ്പിലിരിക്കണം അല്ലെ, റൗണ്ട് ഷേപ്പിലിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ക്ലോസ്ഡ്. അവ എന്തുകൂടെ ആയിരിക്കണം? അടഞ്ഞു മൂടിയ ഫിഗറുകളായിട്ട്. ഇവിടെ നോക്കിക്കേ, ഇവിടെ എ ബി സി എന്ന് പറയുന്നത് എന്താണ്? ഒരു ആർക്കാണ്. ഇറ്റ്സ് ആൻ ആർക്ക്, അല്ലെങ്കിൽ ഒരു വൃത്തത്തിന്റെ ഭാഗം. ഓക്കെ ആണോ? ഓക്കെ. അപ്പം ഒരു കോഡ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരു ചാപം ഒരു വൃത്തത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തും, ഒരു ചാപം ഒരു വൃത്തത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തും എന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു വൃത്തം, എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണാമല്ലോ? കാണാമോ? കേന്ദ്രമാണ് ഓ. വൃത്തത്തിന്റെ കേന്ദ്രമാണ് ആര്? ഓ ആണല്ലോ. ഈ ഓ എന്ന കേന്ദ്രത്തിന് തൊടാതെ ഒരു ചാപം ഞാൻ വരയ്ക്കാൻ പോണേ. ഈ ഓ എന്ന കേന്ദ്രത്തിൽ തൊടാതെ ഒരു ചാപം എന്ന് പറഞ്ഞാൽ അത് ആരല്ല? വ്യാസം അല്ല. ഇറ്റ് ഈസ് നോട്ട് എ ഡയമീറ്റർ. ഐ ആം ഗോയിങ് ടു ഡ്രോ എ കോഡ്. ഇവിടെ നോക്കിക്കേ, ഐ ജസ്റ്റ് ഡ്രോൺ ദ കോഡ് എ ബി അല്ലേ. ഞാൻ എ ബി എന്ന് പറയുന്ന ഒരു ചാപം വരച്ചു. ഇവിടെ ദേ നോക്കിക്കേ, എ ബി എന്ന് പറയുന്ന ലൈൻ ഇവിടെ വരച്ചപ്പോൾ എന്താണ്? എ ബി എന്ന് പറയുന്ന ലൈൻ ഇവിടെ വരച്ചപ്പോൾ ഇവിടെ എന്തുണ്ടായി? രണ്ട് വൃത്ത അംശങ്ങൾ ഉണ്ടായി ഇല്ലേ? 2 ആർക്സ്. ശരിയാണോ? ശരിയാണോ? അതെ. അപ്പൊ ആൻഡ് ആർക്ക് എ ബി ഡി ശരിയല്ലേ? ആർക്ക് എ ബി സി വലിയ എന്താണ്? വൃത്താംശവും ആർക്ക് എ ഡി ബി എന്ന് പറയുന്നത് ചെറിയ വൃത്താംശവുമാണ്. ശരിയാണോ? അപ്പോ ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ എ ബിയുടെ എൻഡുകളെ അല്ലെങ്കിൽ എ ബിയുടെ എൻസിനെ ഈ വലിയ വൃത്താംശത്തിലേക്ക്, ഏതിലേക്കാ? വലിയ വൃത്താംശത്തിലേക്ക് എന്ത് ചെയ്യാൻ പോവുകയാണ്? ജോയിൻ ചെയ്യാൻ പോവുകയാണ്. എന്ത് ചെയ്യാൻ പോവുകയാണ്? വലിയ വൃത്താംശത്തിലേക്ക് കൂട്ടി യോജിപ്പിക്കുവാൻ പോകുന്നു. നോക്കിക്കേ, ഇവിടെ ഞാൻ ഈ പോയിന്റിനെ ഡി എന്ന് വിളിച്ചു. എന്നത് വിളിച്ചു? ഡി എന്ന് വിളിച്ചു. ഓക്കെ, ശ്രദ്ധിച്ചോ ഇല്ലേ? അതായത് കോഡ് എ ബി എന്ന് പറയുന്ന ലൈൻ, കോഡ് എ ബിയുടെ എൻഡിനെ വൃത്തത്തിന്റെ എന്താണ്? ഒരു വൃത്താംശത്തിലേക്ക് ഞാൻ എന്ത് ചെയ്തു? യോജിപ്പിച്ചു. യോജിപ്പിച്ചോ? ഇനി ഈ ആംഗിൾ എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഹൗ മച്ച് ഈസ് ദിസ് ആംഗിൾ? ക്യാൻ വി പ്രെഡിക്റ്റ്? പറയാൻ പറ്റുമോ? എത്രയാണെന്ന് നമുക്കൊന്ന് പറയാൻ പറ്റുമോ മക്കളെ? പറയാൻ പറ്റുമോ? നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇറ്റ്സ് ആൻ അക്യൂട്ട് ആംഗിൾ. അതെന്താണ്? ഒരു ന്യൂന കോണാണ്. എന്താണ്? ഇറ്റ്സ് ആൻ അക്യൂട്ട് ആംഗിൾ, an angle which is lesser than 90 degree. An angle which is less than or lesser than
90 ഡിഗ്രി 90 ഡിഗ്രിയിൽ താഴെയുള്ള കോണുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ന്യൂനകോൺ അഥവാ എന്താണ്? അക്യൂട്ട് ആംഗിൾ എന്ന് വിളിച്ചത്. ഇത് 90 ഡിഗ്രി താഴെ ആയിരിക്കില്ലേ? അതെ ഇല്ലേ? കാരണം എന്താ? 90 ഡിഗ്രി ആയിരിക്കണമെങ്കിൽ ഈ എ ബി എന്തായിരിക്കണം? എ ബി എന്തായിരുന്നിരിക്കണം? എന്താകണമായിരുന്നു മക്കളെ? എ ബി ഡയമീറ്റർ ആയിരുന്നിരിക്കണം. എ ബി ഡയമീറ്റർ ആണോ ഇവിടെ? അല്ല. അല്ല. അപ്പൊ ഇവിടെ ഡയമീറ്റർ അല്ല. പക്ഷെ നമുക്ക് ഈ കോണുമായിട്ട് ഇവിടെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് അറിയണം. ഇവിടെ ഞാൻ അതിന് എന്ത് ചെയ്തു എന്നറിയാമോ? എ ബിയുടെ രണ്ട് എൻഡിനെയും വൃത്തവും വൃത്തകേന്ദ്രവുമായി യോജിപ്പിച്ചു. ആരുമായി യോജിപ്പിച്ചു? വൃത്തകേന്ദ്രവുമായി യോജിപ്പിച്ചു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? നമുക്ക് നോക്കാം ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. നോക്കണ്ടേ? ഇവിടെ കിട്ടിയിരിക്കുന്ന ആംഗിൾ ഉണ്ട്. ഏതാണ് ആംഗിൾ? എ ബി. ഏതാണ് ആംഗിൾ? എ ബി is equal to ആംഗിൾ എ ഒ ബി എന്ന് പറഞ്ഞാൽ വിചാരിക്കുക നമുക്ക് അളന്നപ്പോ കിട്ടിയതാണ് ഏകദേശം ഒരു 120 ഡിഗ്രി. എത്രയാണ്? 120 ഡിഗ്രിയാണ് ഏതെന്ന് കരുതുക? ആംഗിൾ എ ഒ ബി എന്ന് കരുതുക. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച തിയറി പ്രകാരമാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു കൊച്ചു വൃത്തം വരയ്ക്കാം. ഇവിടെ നോക്കിക്കേ, എ ബി സി ആംഗിൾ ട്രയാംഗിൾ എ ബി സി എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഓ ഇവിടെ സെന്റർ ആണ് അല്ലേ? ഇത് അപ്പൊ ഇവിടെ ഉണ്ടായ ഈ ആംഗിളിന്റെ ഹാഫ് ആയിരുന്നു ആര്? 90 ഡിഗ്രി. ശരിയല്ലേ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. എഒ എന്ന് പറഞ്ഞാൽ റേഡിയസ്. എഒ എന്ന് പറഞ്ഞാൽ റേഡിയസ്. എ ബി ചാപമാണെന്ന് വിചാരിക്കുക. എ ബി ചാപമാണ്. എഒ എന്താണ്? ആരമാണ്. അതുപോലെ ഒ ബിയും ആരമാണ്. ഇവിടെ നോക്കിക്കേ, എഒയും ആരമാണ്, ഒ ബിയും ആരമാണ്. ഇവിടുത്തെ പോലെ തന്നെ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആംഗിൾ എ ഒ ബിയുടെ ഹാഫ് ആയിരുന്നു ആര്? എ സി ബി. ശരിയാണോ? ആംഗിൾ എ സി ബി ഈസ് ദ ഹാഫ് ഓഫ് ആംഗിൾ എ ഒ ബി. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രത്തിലും അതുപോലെ തന്നെ വരണ്ടേ? വരുമോ? അങ്ങനെ തന്നെ വരും. എന്ത് ചെയ്യും? അങ്ങനെ തന്നെ വരും. കാരണം എ ബി ഡയമീറ്റർ ആയിരുന്നെങ്കിൽ കൂടിയും എ ബി ചാപവുമാണ്. എ ബി ഡയമീറ്റർ ആണെങ്കിൽ കൂടിയും എ ബി ഒരു കോഡും കൂടിയാണ്. സിൻസ് എ ബി ഇസ് ടോട്ടലി ഡയമീറ്റർ ആൻഡ് എന്താണ്? ഡയമീറ്റർ മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ എ കോഡ് ആയതുകൊണ്ട് ഇവിടെ ഹാഫ് വന്നാൽ ഇവിടുത്തെ എ ബി അല്ലെങ്കിൽ ഫിഗർ 2-ലുള്ള എ ബി കോഡാണ്. അപ്പൊ കോഡിന്റെ എൻസ് സെന്ററിൽ മീറ്റ് ചെയ്യുന്ന ആംഗിൾ, കോഡിന്റെ എൻസ് സെന്ററിൽ മീറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും അതിന്റെ പിറകിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അതിന്റെ പിറകിലേക്ക് ജോയിൻ ചെയ്ത് അപ്പൊ എത്രയെന്ന് കിട്ടും? ആംഗിൾ എ ഡി ബി എത്രയായിരിക്കും? ഹാഫ് ഓഫ് ആംഗിൾ എ ഒ ബി. ഹാഫ് ഓഫ് ആംഗിൾ എ ഒ ബി. ശരിയാണോ? അതെ. ഇനി അടുത്തത് എന്താണ്? അടുത്തത് അപ്പം ഹാഫ് ഓഫ് ആംഗിൾ എ ഒ ബി എത്രയാ? 120 ഡിഗ്രി. 120 ഡിഗ്രിയുടെ പകുതി എത്രയാണ്? 60 ഡിഗ്രി. എത്രയെന്ന് കിട്ടി? അപ്പോൾ ഈ ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി. ഈ ആംഗിൾ 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഈ രണ്ട് കുഞ്ഞു കോണുകൾ കണ്ടെത്താൻ പറ്റുമോ? ഈ രണ്ട് കുഞ്ഞു കോണുകൾ കണ്ടെത്തിയില്ലെങ്കിൽ ഈ രണ്ട് കോണുകൾ കണ്ടെത്താൻ പറ്റുമോ? ഒരു ചോദ്യമാണ്. Can you find the angle OAB? OAB എന്ന കോണ്, ഈ കോണ് എന്താണ്? രണ്ട് വരച്ചിരിക്കുന്ന, രണ്ട് റാ വരച്ചിരിക്കുന്ന കോണ് കണ്ടെത്താൻ പറ്റുമോ? എത്രയായിരിക്കും? സാർ വലിയ ത്രികോണം സമപാർശ്വ ത്രികോണം അല്ലേ? എന്താണ്? വലിയ ത്രികോണം സമപാർശ്വ ത്രികോണം അല്ലേ? അതെ, സമപാർശ്വ ത്രികോണം. എന്തുകൊണ്ടാണ്? Why did you say that it's an isosceles triangle?
AOB എന്ന് പറയുന്നത് ഒരു സമപാർശ്വ ത്രികോണമാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? കാരണം വേണം. There should be a reason. നമ്മൾ പറയുന്ന ഏതൊരു പോയിന്റിലും എന്ത് വേണം? ഒരു റീസൺ വേണം. കോണുകൾ തുല്യം. കോണുകൾ തുല്യമാണോ? ഇവിടെ കോണുകൾ നമുക്ക് തന്നിട്ടില്ലല്ലോ തുല്യമാണോ അല്ലയോ എന്ന് പറയാൻ. പിന്നെ എങ്ങനെ പറയും? ഏത് കാരണമാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കേണ്ടത്? എന്ത് പറയും? എന്താണ് കാരണം? ഇവിടെ മോനും പറഞ്ഞു, മോൻ പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നു. ട്രയാങ്കിൾ AOB is an isosceles triangle. ത്രികോണം AOB എന്ന് പറയുന്നത് ഒരു സമപാർശ്വ ത്രികോണമാണ്. കാരണം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, ഞാൻ അതിന്റെ റീസൺ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുമുണ്ട്. കാരണം എന്താ? AO is equal to OB. AOയും OBയും തുല്യമാണ്. കാരണം എന്താണ്? ആരം അല്ലെങ്കിൽ റേഡിയൈ. ശരിയാണോ? ഒരു വൃത്തത്തിന്റെ എത്ര ആരം നമ്മൾ വരച്ചാലും ആ ആരങ്ങളെല്ലാം എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. എന്തായിരിക്കും? തുല്യമായിരിക്കും. എന്താണ്? ഒരു വൃത്തത്തിന്റെ റേഡിയസ് നമ്മൾ വരച്ചാൽ those radius will be always equal. Those radius will be always equal. ശരിയാണോ? അതെ. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ ഏതെങ്കിലും ഒരു ത്രികോണത്തിന്റെ രണ്ടു വശങ്ങൾ തുല്യമായാൽ, ഏതെങ്കിലും ഒരു ത്രികോണത്തിന്റെ രണ്ടു വശങ്ങൾ തുല്യമായാൽ ആ ത്രികോണത്തിനെ ഒരു സമപാർശ്വ ത്രികോണം എന്നും, ആ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾക്ക് ഒടുവിലുള്ള കോണുകൾ, തുല്യമായ വശങ്ങൾക്ക് ഒടുവിലുള്ള കോണുകളും തുല്യമായിരിക്കും. എന്താ നമ്മൾ പറഞ്ഞേ? ഇവിടെ ആംഗിൾ 120 നിന്നും പോകുന്ന 120 എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണെങ്കിൽ ഈ രണ്ട് ആംഗിളും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം AOയും OBയും ഈക്വൽ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾസ് ആണ്. ശരിയാണോ? അപ്പം കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് പറയുക. AO is equal to OB അല്ലെ? ഫ്രം ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം AOB AOയും OBയും തുല്യമാണ്. അതുകൊണ്ട് അതെന്താണ്? ഒരു സമപാർശ്വ ത്രികോണമാണ്. ഓക്കെ ആണോ? ഓക്കെ. അപ്പം ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ എത്രയായിരിക്കും? എത്രയായിരിക്കും ഈ ആംഗിൾ? 30. എത്രയായിരിക്കും? 30. കാരണം എന്താ? ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ കോണുകളുടെ തുക അല്ലേ? ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ഈ രണ്ട് കോണുകളും 30 വീതമാണെന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ സാധിക്കും. ശരിയാണോ? അപ്പൊ ഈ രണ്ട് കോണുകൾ കിട്ടിയാൽ ഈ രണ്ട് കുഞ്ഞി കോണുകൾ കണ്ടുപിടിക്കാൻ പറ്റുമോ? എങ്ങനെ കണ്ടെത്താം? എങ്ങനെ കണ്ടെത്തും? പറയൂ, എങ്ങനെ കണ്ടെത്താൻ പറ്റും നമുക്ക്? ഓക്കെ, ആ കാര്യം അവിടെ നമ്മൾ നിൽക്കട്ടെ. അതവിടെ നമുക്ക് നിൽക്കട്ടെ. നമുക്ക് ഇതിന്റെ ഈ കോണുകൾ നമ്മൾ കണ്ടെത്തുന്നത് നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് പഠിക്കാം. അതിന് തൊട്ട് മുമ്പ് നമുക്ക് പുതിയൊരു തിയറി പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, നമുക്ക് കിട്ടുന്ന ഈ കോണിലെ വൃത്തത്തിന്റെ കേന്ദ്രവുമായി ചാപങ്ങളെ യോജിപ്പിക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും ചാപങ്ങളുടെ എൻഡുകളെ ആ വൃത്തത്തിന്റെ മറ്റു വലിയ കോണിലേക്ക് യോജിപ്പിക്കുന്നതിലെ അല്ലെങ്കിൽ വൃത്താംശത്തിലേക്ക് യോജിപ്പിക്കുന്നതിന്റെ കോണളവ്. ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പം ഇതിന്റെ തെളിവ് നമുക്ക് പഠിക്കണം. എന്ത് പഠിക്കണം? തെളിവ്, പ്രൂഫ് പഠിക്കണ്ടേ? പഠിക്കണോ? അപ്പൊ നമ്മുടെ പുസ്തകത്തിൽ അതിന്റെ പ്രൂഫ് വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഒന്ന് നോക്കാം. നമ്മൾ തൊട്ടു മുമ്പ് കണ്ട അതേ വൃത്തം
കണ്ടോ? ഇവിടെ എ ബി എന്നൊരു ചാപം ആരാണ്? ഇവിടെ എ ബി എന്താണ്? ഇറ്റ്സ് എ കോഡ്. എ ബി എന്താണ്? ഒരു കോഡാണ്, ഒരു ചാപമാണ്. ഓക്കെ ആണോ? ഓക്കെ നമ്മളെ ഇവിടെ എ ബിയുടെ എൻഡുകളെ അല്ലെങ്കിൽ എ ബിയുടെ അഗ്രങ്ങളെ ഞാൻ എവിടെ ജോയിൻ ചെയ്തു? പി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. ഓക്കെ ആണോ? വലിയ വൃത്താംശത്തിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഈ കോണുകളെ അല്ലെങ്കിൽ ഈ അഗ്രങ്ങളെ ഞാൻ ജോയിൻ ചെയ്തു. ആണോ? ആണോ? ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ട്രയാങ്കിൾ എ പി ബി, ട്രയാങ്കിൾ എ പി ബി, ഇതിലെ ഓരോ പോയിന്റ്സിനെയും ഞാൻ വൃത്തത്തിന്റെ കേന്ദ്രവുമായി ബന്ധിപ്പിക്കുകയാണ്. എയിൽ നിന്നും ഒരു രേഖ വൃത്ത കേന്ദ്രത്തിലേക്ക്, അതുപോലെ വൃത്ത കേന്ദ്രത്തിലേക്ക് വീണ്ടും യോജിപ്പിക്കുന്നു ബി. കണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ പി എ. ഓക്കെ ആണോ? സംശയമുണ്ടോ ഈ കാര്യം? ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ എ ബി എന്ന് പറയുന്ന ചാപത്തിനെ ആസ്പദമാക്കിയാണ് പഠിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് എ ബിക്കടിയിലുള്ള ചെറിയ വൃത്താംശത്തിനെ ഞാൻ ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ ആണോ? ഇവിടെ ആംഗിൾ പി എ അല്ലെങ്കിൽ ആംഗിൾ എ പി ബി ഈസ് ഡിവൈഡഡ് ഇൻടു എക്സ് ആൻഡ് വൈ. ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് ഈ കിട്ടിയതിന്റെ ഹാഫ് ആണ് ഈ മുകളിൽ കാണുന്നതെന്ന് ആണോ? അപ്പം ഈ ആംഗിൾ എ പി ബി എ എക്സ് ഡിഗ്രി ആയിട്ടും ഇവിടെ വൈ ഡിഗ്രി ആയിട്ടുമാണ് ഇരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണ്. അങ്ങനെയെങ്കിൽ എന്താണ്? അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഈ കുഞ്ഞാംഗിൾ എന്തായിരിക്കും? ഇവിടെ സെന്റർ ഓ ആണെന്ന് വിചാരിക്കുക കേട്ടോ. അങ്ങനെ ഈ കുഞ്ഞാംഗിൾ എത്രയായിരിക്കും? ആംഗിൾ പി എ ഓ എത്രയായിരിക്കും? How much will be the angle PAO? വീണ്ടും കാരണം മറന്നുപോയോ? ഇവിടെ നോക്കിക്കേ, കൺസിഡർ ദ ട്രയാങ്കിൾ AOP. AOP എന്ന് പറയുന്ന ഈ ത്രികോണത്തിനെ പരിഗണിക്കുക. ഈ ത്രികോണത്തിൽ AOയും OPയും തുല്യമാണ്. AOയും OPയും തുല്യമാണ്. ആണോ? തുല്യമാണോ? കാരണം എന്താ? വൃത്തത്തിന്റെ ആരങ്ങളാണ്. അപ്പൊ അവ തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ അവയ്ക്കൊടുവിലുള്ള ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കില്ലേ? ത്രികോണം APO എന്താണ്? സമപാർശ്വ ത്രികോണമാണ്. ത്രികോണം APO ഒരു സമപാർശ്വ ത്രികോണമാണ്. ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. ആണോ? അപ്പൊ ഇവിടെ എക്സ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ AOP എത്രയായിരിക്കും? How much will be the angle AOP? കോൺ AOP എത്രയായിരിക്കും? എത്രയായിരിക്കും? ആംഗിൾ AOP ഞാൻ ഈ ഭാഗത്ത് തന്നെയാണ് എഴുതാൻ പോകുന്നത്. ആംഗിൾ AOP is equal to, കാണാൻ പറ്റുന്നുണ്ടല്ലോ, 180 minus 2x. 180 minus 2x. ശരിയാണോ? ശരിയാണ്. ഇനി അടുത്തത് ഈ ആംഗിൾ പി. ഓക്കെ, ത്രികോണം OBPയിൽ കോൺ OBP എത്രയായിരിക്കും? ത്രികോണം OBPയിൽ ആംഗിൾ OBP എത്രയായിരിക്കും? The same YTD because triangle തന്നെയാണ്.
ഓക്കെ മക്കളെ, സോറി, തിരിച്ചു വരിക. ഇവിടെ ട്രയാങ്കിൾ ഒ ബി പി ആംഗിൾ പി ഒ ബി എത്രയായിരിക്കും? ആംഗിൾ പി ഒ ബി എത്രയായിരിക്കും മക്കളെ? നേരത്തെ പോലെ തന്നെയാ. നേരത്തെ പോലെ തന്നെ. എങ്ങനെ വരും? ആംഗിൾ പി ഒ ബി എന്താണ്? ആംഗിൾ പി ഒ ബി is equal to POB is equal to 180 minus 2y. 180 minus 2 എന്ന് കിട്ടും. 180 minus 2y എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്താണ്? അങ്ങനെയാണെങ്കിൽ എന്താണ് AOB? AOB എന്നാൽ എന്ത്, അല്ലെങ്കിൽ എത്രയാണ്? പറഞ്ഞേ. ആംഗിൾ AOB എത്രയായിരിക്കും? ആദ്യമേ പോയിന്റ് പറഞ്ഞു. ആംഗിൾ അറൗണ്ട് എ പോയിന്റ്, ഒരു കേന്ദ്രത്തിന് ചുറ്റുമുള്ള കോണളവ് എന്ന് പറഞ്ഞാൽ എ കംപ്ലീറ്റ് ആംഗിൾ അഥവാ 360 ഡിഗ്രി. എത്രയാണ്? 360 ഡിഗ്രി. ശരിയാണോ? നമ്മൾ ആദ്യമേ പഠിച്ചൊരു പോയിന്റ് ആണ്. എന്താണ്? ആംഗിൾ അറൗണ്ട് എ പോയിന്റ്, അല്ലെങ്കിൽ ഒരു കേന്ദ്രത്തിന് ചുറ്റും, അല്ലെ, ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോൺ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് നോക്കിക്കേ. 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു, നമുക്കറിയാം 360 ഡിഗ്രി ആരൊക്കെ ചേരുന്നതാണ്? ആംഗിൾ എ ഒ പി പ്ലസ് ആംഗിൾ എ ഒ പി പ്ലസ് ആംഗിൾ പി ഒ ബി പ്ലസ് ആംഗിൾ പി ഒ ബി പ്ലസ് ആംഗിൾ എ ഒ ബി, ആംഗിൾ എ ഒ ബി. ശരിയാണോ? അതിരിക്കുന്നത് കറക്റ്റ് ആണോ? അപ്പോൾ ഇതിൽ ആംഗിൾ എ ഒ ബി ഒഴിച്ച് ബാക്കി രണ്ടുപേരും നമുക്കറിയാം. അതെ, അപ്പൊ നമുക്ക് രണ്ടുപേരെയും അറിയാം. നമ്മൾ അവരുടെ വാല്യൂ അല്ലെങ്കിൽ മൂല്യം നമ്മൾ എന്ത് ചെയ്യും? ഇതിലേക്ക് ഇട്ട് കൊടുക്കും. 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു, നമ്മൾ എന്ത് ആംഗിൾ എ ഒ ബി എന്താണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എ ഒ ബി ഈസ് ഈക്വൽ ടു 180 മൈനസ് 2x. 180 മൈനസ് 2x. അടുത്തത് എന്താണ്? മൈനസ് POB എത്രയാണ്? POB എത്രയാണ്? 180 മൈനസ് 2y. 180 മൈനസ് 2y. Then finally ആണെന്ന് നമ്മൾ പറഞ്ഞുകൂടാത്ത ആംഗിൾ AOB. ആംഗിൾ AOB. ഓക്കേ ആണോ? ഓക്കേ ആണ്. ഇനി നമുക്ക് ഇവരെല്ലാരെയും ഒന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് എടുക്കാം. ഓക്കേ, ഈ ആംഗിൾ AOB അവിടെ നിൽക്കണം. നമുക്ക് ഇവരെ 4 പേരെ ഒന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് എഴുതാൻ പോവാം. എഴുതാമോ? ഇവിടെ ഒരു 180 ഉണ്ട്. 180 മൈനസ് 180, ഇവിടെ എഴുതുന്നത് ഒരു പ്ലസ് 180 ഉണ്ട്. അവരെ അറേഞ്ച് ചെയ്തു ഒരുമിച്ച് എഴുതാം അല്ലേ? 180 പ്ലസ് 180. പിന്നെ ഇവിടെ ആരുണ്ട്? ഒരു മൈനസ് 2x പ്ലസ് 2x. സോറി, രണ്ടും എന്താണ്? മൈനസ് 2x മൈനസ് 2y. ശരിയല്ലേ? മൈനസ് 2x മൈനസ് 2y ഉണ്ടോ? ഉണ്ടോ മക്കളെ? പ്ലസ് ആംഗിൾ എ ഒ ബി. ശരിയാണോ? ഇനി ഇത് നോക്കിക്കേ. ഇതിൽ നിന്ന് ആരെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും? അല്ലെങ്കിൽ ഇവിടെ നോക്കും. 180 പ്ലസ് 180 എത്രയാണ്? 360. എത്രയാണ്? 360. ഇവിടെ ഒരു 360 ഉണ്ട് അല്ലേ? ഇവിടെ ഒരു മൈനസ് 2x മൈനസ് y. അപ്പൊ ഇവർ രണ്ടുപേരിൽ നിന്ന് ഞാൻ ഒരാളെ കോമൺ എടുക്കാം. ആരെ എടുക്കുന്നേ? മൈനസ് 2 കോമൺ എടുക്കാം. ആരെ എടുക്കാം? മൈനസ് 2 കോമൺ എടുക്കാം. ഇല്ലേ? പൊതുവായിട്ട് പുറത്തിറക്കാൻ പോവാം. പ്ലസ് 2 എന്താണ്? സോറി, മൈനസ് 2 ഇൻറ്റു എന്താണ്? എക്സ് പ്ലസ് വൈ. രണ്ടിൽ നിന്നും മൈനസ് 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ആരായി മാറും? പ്ലസ് ആയി മാറും. ഓക്കെ, പ്ലസ് ആംഗിൾ AOB. പ്ലസ് ആംഗിൾ AOB. ഇത്രയും കാര്യം നിങ്ങൾ എഴുതിയത് പെട്ടെന്ന്.
വായിച്ചോട്ടെ? ഇല്ല, എഴുതിയില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ നമ്മൾ ഈ ചോദ്യത്തിന്റെ ഒടുവിലേക്ക് എത്താൻ പോവുകയാണ്. അവസാന ഭാഗത്തേക്ക് എത്താൻ പോകുന്നത് നമ്മൾ തെളിയിക്കാൻ പോവുകയാണ്. എന്താണ്? ആംഗിൾ എ ഒ ബിയുടെ പകുതിയാണ് ആംഗിൾ എ പി ബി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആംഗിൾ എ പി ബിയുടെ ഇരട്ടിയാണ് ആംഗിൾ എ ഒ ബി. നോക്കാം, കഴിഞ്ഞോ? കഴിഞ്ഞോ മക്കളെ? ഓക്കെ, അപ്പൊ ഞാൻ ബോർഡ് ക്ലീൻ ചെയ്തോട്ടെ. ഇത്രയും ആദ്യത്തെ 3 വരി ഞാൻ വായിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ ഈ -2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, -2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഒരു ടേമാണ്, 360 ഒരു ടേമാണ്, പ്ലസ് എ ഒ ബിയും ഒരു ടേമാണ്. അപ്പോൾ ഈ -2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഒരു ടേമിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? പ്ലസ് ആക്കാൻ പോവാ. എന്ത് ചെയ്യാൻ പോവാ? പ്ലസ് ആക്കാൻ പോവാ. പ്ലസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മൈനസ് ആയിട്ടിരിക്കുന്ന ടേമുകളെ അല്ലെങ്കിൽ പദങ്ങളെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈക്വൽ സൈഡിന് മറുവശത്ത് കൊണ്ടുവരിക. ഈക്വൽ സൈഡിന് മറുവശത്ത് കൊണ്ടുവന്നാൽ പ്ലസ് ആയിട്ടുള്ളവര് മൈനസും മൈനസ് ആയിട്ടുള്ളവര് പ്ലസുമായി മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്ത് സംഭവം എന്താ മാറ്റം വരാമെന്ന് നോക്കിക്കേ. ഇവരെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരാൻ പോവാ. അപ്പൊ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ അല്ലേ? നമ്മുടെ മൈനസ് ആയിരുന്നു മൊത്തത്തില്, ആണോ? അവരിപ്പുറത്ത് വന്നപ്പോ എന്തായി? പ്ലസ് ആയി. -2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. പിന്നെ ഇവിടെ ആരുണ്ട്? പ്ലസ് 360 അല്ലേ? ഇവിടെ 360 എന്താണ്? പ്ലസ് ആണ്. ഈസ് ഈക്വൽ ടു എന്താണ്? വലത്തെ സൈഡിൽ ബാക്കി ആരൊക്കെയുണ്ട്? 360 ഈ 360 കണ്ടോ? പ്ലസ് ആംഗിൾ എ ഒ ബി. ശരിയാണോ? ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഈ രണ്ട് ഈക്വൽ സൈഡിന്റെ ഇടതുവശത്തും വലതുവശത്തും ഒരേ ആളെ, ഒരേ സംഖ്യയെ കൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? കൂട്ടിയിരിക്കുകയാണ്. നോക്കിക്കേ, പ്ലസ് 360 പ്ലസ് 360 അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരുപോലെ ഇരിക്കുന്ന ഒരേ ചിഹ്നമുള്ള ഒരേ ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെട്ടാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെട്ടാം. അവര് നമ്മുടെ ഭാഗത്തിന് വരില്ല. ആംഗിൾ ഞാൻ ജസ്റ്റ് എഴുതാൻ പോകുന്നത് തല തിരിച്ചിരുന്ന കേട്ടോ. ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു എന്താണ്? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ. ഇവിടെ നോക്കിക്കേ, ഞാൻ ഒരു പോയിന്റ് ബ്ലോട്ട് എഴുതാൻ പോകും. ഇവിടെ എഴുതുന്ന കാണാമല്ലോ. ഈ എക്സ് എന്ന് പറഞ്ഞാൽ ആംഗിൾ എ പി ബി, ആംഗിൾ എ പി ബി ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. എന്താണ്? ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ശരിയാണോ? ശരിയല്ലേ? നോക്കിക്കേ, ആംഗിൾ എ പി ബി എക്സ് പ്ലസ് വൈ ആണ്. അപ്പൊ ഈ എക്സ് പ്ലസ് വൈ കണ്ടെടുത്ത് നമുക്ക് ആരെ ഇട്ട് കൊടുക്കാം? ആംഗിൾ എ പി ബി. നോക്കിക്കേ, ഇക്വേഷൻ ചേഞ്ചസ് ടു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ പി ബി. ആംഗിൾ എ പി ബി. ഓക്കെ ആണോ? അപ്പൊ ഞാൻ ഈ ഗുണിച്ചിരിക്കുന്ന ആളെ ഞാൻ ഇപ്പുറത്തേക്ക് ഒന്ന് കൊണ്ടുവരാൻ പോകും. അവിടെ ഇരിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവാ? ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പോവാ. അപ്പൊ എങ്ങനെ മാറുന്നത് എഴുതി നോക്കിക്കേ. ആംഗിൾ എ ഒ ബി ബൈ 2. ആംഗിൾ എ ഒ ബി ബൈ 2 is equal to ആംഗിൾ എ പി ബി. നോക്കിക്കേ, ആംഗിൾ എ ഒ ബിയുടെ പകുതി, ആംഗിൾ എ ഒ ബിയുടെ പകുതിയാണ് ആംഗിൾ എ പി ബി. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഒരു കോഡ് എങ്ങനെയാണ് നമ്മുടെ ആ വൃത്തത്തിനെ ഭാഗിക്കുന്നതെന്നും അവിടെ ഉണ്ടാകുന്ന ആംഗിളുകൾ തമ്മിൽ അല്ലെങ്കിൽ കോഡുകൾ തമ്മിലുള്ള റിലേഷൻ ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോ ഒരു ചാപത്തിന്റെ എൻഡുകൾ അല്ലെങ്കിൽ എന്താണ് the ends of a chord അല്ലേ? the ends of a chord is joined to a point on the arc അല്ലേ? എന്താണ്? ഒരു വൃത്താംശത്തിലേക്ക് ചാപങ്ങളുടെ എൻഡിനെ ജോയിൻ ചെയ്താൽ അവിടെ കിട്ടുന്ന കോഡ് ഇതാണ് the angle obtaining at that arc അല്ലേ? ആ ആർക്കിൽ അവിടെ കിട്ടുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ will be the half of angle formed by joining
the ends of chord to the center of arc. അല്ലേ? ആ വൃത്താംശത്തിന്റെ കേന്ദ്രത്തിലേക്ക് ജോയിൻ ചെയ്യിക്കുന്ന ആംഗിൾ എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഹാഫ് ആയിരിക്കും നമ്മൾക്ക് അതിന്റെ എൻസ് വൃത്താംശത്തിൽ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയത്. ഓക്കെ ആണോ? എല്ലാവരും എടുത്തോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത പോയിന്റ് എന്തൊക്കെയാ മക്കളെ? ചാപം, സർക്കിളിലെ അല്ലെങ്കിൽ വൃത്തത്തിന്റെ ചാപങ്ങളെ പറ്റി, കോഡ്സിനെ പറ്റി നമ്മൾ പഠിച്ചു. കോഡും അല്ലെങ്കിൽ ചാപവും വ്യാസവും, കോഡ്സ് ആൻഡ് ഡയമീറ്റർ അല്ലെ, അങ്ങനെ ടോപ്പിക് കൂടെ നമ്മൾ പഠിച്ചു. എന്താണ് ഡയമീറ്റർ എന്നും എന്താണ് കോഡ് എന്നും നമ്മൾ പഠിച്ചു. ഏറ്റവും ചെറിയ ചാപമാണ് വ്യാസം അല്ലെ. The diameter is itself the largest chord in a circle. ശരിയല്ലേ? അല്ലെങ്കിൽ the longest chord. ശരിയാണോ? അതെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അത് മാത്രമല്ല അവയിൽ ഉണ്ടാവുന്ന ആംഗിളുകളുടെ പ്രത്യേകതയും നമ്മളിപ്പം പഠിച്ചു. ആണോ? അപ്പൊ ഇത്രയും കാര്യം കൃത്യമായി പഠിക്കുക. ഇതുവരെയുള്ള നോട്ട്സുകൾ അടുത്ത ദിവസം തൊട്ട് സൈറ്റിൽ ഉണ്ടാവുന്നതായിരിക്കും നിങ്ങൾക്ക്. അപ്പൊ കൃത്യമായി നിങ്ങൾ കയറി പഠിക്കുക. ഓക്കെ? അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ ഇന്നത്തെ പാഠം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായോ മക്കളെ? മനസ്സിലായി. അപ്പൊ ആർക്കും സംശയമില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ വിടവാങ്ങുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ.